ഹലോ. ഈ ടൈപ്പ് ബോഗൻവില്ലേ പണ്ട് മുതലേ നാട്ടിൻപ്രദേശത്തൊക്കെ കണ്ടുവരുന്നൊരു ടൈപ്പാണ്. ഇതിൻ്റെ പേര് മഹാറ പിങ്ക് ആണെന്ന് തോന്നുന്നു. ശരിക്കും ഇവിടെയൊക്കെ ഇതിന് കടലാസ് പൂ എന്നാണ് പറയാറ്. പക്ഷേ ഇപ്പം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ബൊഗൈൻവില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. കടലാസ് പൂവിൻ്റെ പേരൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ബൊഗൈൻവില്ല എന്നുള്ള പേരിലെ മലയാള സിനിമയിലാണെങ്കിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അതാണെങ്കിലേ സൂപ്പർ ഹിറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കാണുന്ന ചെടിയില്ലേ, ഞാൻ വയനാട് പോയപ്പോൾ അവിടെ റോഡരികിൽ ഇങ്ങനെ അത് പൂത്തലഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊരു കഷ്ണം കൊമ്പടിച്ച് മാറ്റി കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷേ അല്ലേ, നട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ ഹൈറ്റിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പൂവുണ്ടാകുന്നതൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ഇതിനെ വെട്ടി വെട്ടി കുറ്റിയാക്കിയിട്ട് വളർത്താറാണ് പതിവ്. പക്ഷേ ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റിലോട്ട് തന്നെ പോവും. എൻ്റെ അറ്റത്ത് കുറച്ച് പൂവ് മാത്രം. അന്ന് വയനാട്ടിൽ ആ റോഡരികിൽ കണ്ട ഭംഗിയൊന്നും എൻ്റെ വീട്ടിലിതിപ്പം പൂവുണ്ടായപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേര് ഞാൻ ആദ്യം വിചാരിച്ചത് ബൊഗൈൻവില്ല വെറൈറ്റി ആണെന്നാണ്. പക്ഷേ ഇതിൻ്റെ പേര് കപ്പൻ സോസർ എന്ന് പറയും, പിന്നെ ചൈനീസ് ഹെഡ് പ്ലാന്റ് അങ്ങനെയും പറയും. ചിലപ്പോൾ ഈ പൂവിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, അതുകൊണ്ടായിരിക്കും ആ പേരൊക്കെ ഇതിന് വന്നിട്ടുണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു തൊപ്പി പോലെ. എന്തായാലും അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൺലൈനിൽ ഇതിൻ്റെ റെഡും കണ്ടിട്ടുണ്ട്, മഞ്ഞയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനെന്തായാലും അത് വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇതിൻ്റെ പൂവുണ്ടായിട്ട് നോക്കുമ്പോൾ അറ്റത്ത് മാത്രം കുറച്ച് പൂവ്. അതിൽ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ, എന്താ വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ. നമ്മളെ കാലാവസ്ഥയിൽ അത്രയും നിൽക്കുമോ എന്ന് എനിക്കൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ ബാക്കി വാങ്ങിച്ചിട്ട് ഞാൻ കാശ് കളഞ്ഞില്ല. ഇതിലിപ്പോഴേ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ഇഷ്ടമായത്? നമ്മളെ നാടൻ കടലാസ് പൂവാണോ അല്ലെങ്കിൽ ഈ ചൈനീസ് ഹെഡ് പ്ലാന്റ് ആണോ? അഭിപ്രായമേ കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ. താങ്ക് യു.